പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജി രാമറ്റും അധ്യക്ഷനായിരിക്കും. അദ്ദേഹം നമുക്കിപ്പം സ്വാഗതം പറഞ്ഞു. പ്രിയപ്പെട്ട പുതുപ്പള്ളി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവറുകള്, ഏറെ പ്രിയപ്പെട്ട മണ്ഡലത്തിന്റെ സെൻട്രൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ മനോരമയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സ്പോർട്സ് ടീം അംഗങ്ങള്, അതോടൊപ്പം ഏറെ പ്രിയപ്പെട്ട നമുക്ക് ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന ബെറ്റിച്ചേട്ടനും അദ്ദേഹത്തിന്റെ വൈഫ്, മകന് പത്മകുമാരി ചേച്ചി, പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി ലിസമ ചേച്ചി അവറുകള്, സ്നേഹം നിറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ശ്രീ ശാന്തി പ്രഭാത, സ്നേഹം നിറഞ്ഞ ഇവിടെ കൂടി അബാക്കസിന്റെ പ്രിയപ്പെട്ട മക്കളെ, ടീച്ചേഴ്സ്മാര്, സ്നേഹം നിറഞ്ഞ ഇവിടുത്തെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം തള്ളോരം എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥലമായിട്ട് മാറിയിരിക്കും. വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് MLAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ തന്നെ തള്ളോരത്തിന്റെ ഈ കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കുട്ടികൾക്ക് വോളിബോൾ കളിക്കാനായിട്ടുള്ള കോർട്ട് ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ട സഹായം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്പോർട്സ് ക്ലബ്ബാക്കി ഇതിനെ മാറ്റുവാനായിട്ട്, ഈ തള്ളോരത്തെ മാറ്റുവാനായിട്ട് കുട്ടികളുടെ ശ്രദ്ധ സ്പോർട്സ് തലങ്ങളിലേക്ക്, ശ്രദ്ധിക്കുന്ന തലങ്ങളിലേക്ക് MLA ഇപ്പം താൻ MLA പദം ഏറ്റെടുത്ത നാള് മുതൽ ഈ നിമിഷം വരെ സ്പോർട്സിന് വേണ്ടി, തൻ്റെ കുട്ടികൾക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി ഏറെ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ തലങ്ങളിലും ഇപ്പം 4-ാം തീയതിയാണ് ഗവർണർ വന്നിട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു. അയർക്കുന്നത്താണെങ്കിലും 10-60 പിള്ളേർ, അതുപോലെ കുരപ്പുഴയിലും അതുപോലെ മീനടുത്തും ഒക്കെ ഒത്തിരി കുട്ടികളെ സ്പോർട്സിലേക്ക് അവർക്ക് കൂടുതൽ താല്പര്യത്തോടു കൂടി കടന്നു വരുന്നതിനൊക്കെ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ലഹരി ഉപയോഗം ത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായിട്ട് സ്പോർട്സിനെ കണ്ടുകൊണ്ട് ആ സ്പോർട്സ് ഇപ്പോൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്ന സ്പോർട്സ് തിരിച്ചു കൊണ്ടുവരാം. കാരണം ഇന്ന് ഒരു സ്കൂളുകളിലും പ്രധാനപ്പെട്ട സ്കൂളുകളിലെല്ലാം കുട്ടികളുടെ എണ്ണം കുറവുകൊണ്ട് കായിക അധ്യാപകന്മാരില്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് കായികപരമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് MLA വളരെയധികം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ തള്ളോരത്തെ ഈ വാട്ടർ സ്പോർട്സ് ഉപകരണങ്ങൾ ബെറ്റിച്ചേട്ടനാണ് പേര്, സദേൺ ബോട്ട്സ് ആണ് നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും ഇത് നൽകുന്ന MLAക്ക് കൈമാറുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ്. കാരണം തള്ളോരം പോലെയുള്ള ഇത്തരം പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആഹ്ലാദിച്ച് ഉല്ലസിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഈ കയോക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബോട്ട് സർവീസ്, സ്പോർട്സ് തലത്തിലുള്ള ആ ഒരു അവരുടെ ശ്രമങ്ങൾ നല്ല രീതിയിൽ ഈ വെള്ളത്തിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് തലത്തിലേക്ക് പിള്ളേരെ എത്തിക്കുവാനായിട്ടും അതിലൂടെ നല്ല ഉയർച്ച കുട്ടികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ പഠനത്തോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും വളരെ ഒരു നല്ല നിലവാരത്തിലേക്ക് പോകുവാനായിട്ടൊക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കാനൊക്കെ ആയിട്ട് MLA കാണിക്കുന്ന ഈ വലിയൊരു താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതിനെ എത്രമാത്രം വിലമതിച്ച് കാണാം, അത്രമാത്രം ബഹുമാനത്തോടെ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും MLAക്ക് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും നമ്മൾ ഈ ഒരു നിമിഷം നേരുകയാണ്. കനായും കയോക്കുമായിട്ടുള്ള 4 ബോട്ട് ഉപകരണം നമുക്ക് നൽകിക്കൊണ്ട്, ഈ തള്ളോരത്തിന് നൽകിക്കൊണ്ട് അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന MLAക്ക് കൈമാറുവാനായിട്ട്, MLAക്ക് കൊടുക്കുവാനായിട്ട് ഈ പുതുപ്പള്ളിയിലെ ഇതുപോലെയുള്ള ഒരു പദ്ധതി ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെയുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഈ കനയും കയോക്കിങ്ങുമായിട്ടുള്ള ആ സ്പോർട്സ് ഉപകരണങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബെറ്റിച്ചേട്ടനും അദ്ദേഹത്തിന്റെ സദേൺ ബോട്ട്സ് എന്നാണ്, സദേൺ ബോട്ട്സ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും ഏറെ സ്നേഹത്തോടെയുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ 19-ാം വാർഡിന്റെ മെമ്പർ ശ്രീമതി ശാന്തി പ്രഭാതയുണ്ട്, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തള്ളോരത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മുടെ അതുപോലെ തന്നെ അനില്, മോഹൻ സാറെ, പത്മകുമാരി ചേച്ചി, എല്ലാവർക്കും ഏറെ സ്നേഹം. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും, അതോടൊപ്പം നമ്മുടെ ഒപ്പം കടന്നു വന്നിരിക്കുന്ന അബാക്കസിന്റെ കുട്ടികളെല്ലാവർക്കും, കടന്നു വന്ന മുഴുവൻ ആൾക്കാർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അവിടുത്തെ നാട്ടുകാരാണല്ലോ, അപ്പോൾ എന്താ പറയാനുള്ളത്? ഞാൻ 2 വാക്ക്. കാരണം അയർക്കുന്ന ഒരു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സാധാരണ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള എക്യുപ്മെൻസിലൊക്കെ ആണല്ലോ പിള്ളേർ റൈഡുകളൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രകൃതി സ്നേഹം വളർത്തുക, അതോടൊപ്പം പ്രകൃതിയോടൊരു ആരാധനകൾ ഉണ്ടാകുക, അങ്ങനെ മനുഷ്യസ്നേഹികളായിട്ട് കുട്ടികൾ മാറുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തണലോരത്ത് ഞങ്ങളിവിടെ വന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.